ട്രംപ് നമ്മളെ കുഴപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ എല്ലാം കണക്കൂട്ടലുകൾക്ക് അപ്പുറമാണ് ട്രംപിൻ്റെ ഒരു ഓപ്പറേഷൻ. ഇവിടെ ഏറ്റവും അവസാനം വന്ന ഒരു വാർത്തയിലേക്കാണ്. വോട്ടേഴ്സിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യക്ക് $21 മില്യൺ നൽകുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചോദിക്കുന്നു. വോട്ടേഴ്സിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി അമേരിക്കൻ എയ്ഡായ $21 മില്യൺ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംഭാവനയായി കൊടുത്തു എന്ന് ഗവൺമെൻറ് എഫിഷ്യൻസി വകുപ്പ് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ ഈ ചോദ്യം. അതിനിടെ അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്നതിനായി വിലങ്ങണിയിക്കുന്ന ദൃശ്യങ്ങളും ഇന്നലെ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിരുന്നു. ഒരുപക്ഷെ നമുക്ക് ഹൃദയത്തിൻ്റെ ഭാരമുണ്ടാക്കിയ ഒരു സംഭവമാണത്. പക്ഷേ ആ ചിത്രം വൈറ്റ് ഹൗസ് തന്നെ പുറത്തുവിടുമ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്നറിയാൻ നമുക്ക് മധു കൊട്ടാരക്കരയുമായി സംസാരിക്കാം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രവചനങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുകയാണല്ലോ ഡൊണാൾഡ് ട്രംപ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായിട്ടും ഓരോ ദിവസവും ആ രീതിയിലാണ് പോകുന്നത്. ഇന്നലെ നടന്ന ഒരു വാർത്ത, റഷ്യയും അമേരിക്കയുമായിട്ടുള്ള മഞ്ഞുരുകുന്നു, നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നു, സെലൻസ്കിയെ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല. അങ്ങനെ പല വാർത്തകളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഓരോ ദിവസവും വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാൻ $21 മില്യൺ ഗ്രാൻഡായി നൽകുവാനുള്ള US എയ്ഡിന്റെ തീരുമാനം റദ്ദാക്കാൻ എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഡോജ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് തീരുമാനിച്ചത്. ഇന്ത്യ, ബംഗ്ലാദേശ്, മൊസാംബിക് തുടങ്ങിയ രാജ്യങ്ങളിലെ നിരവധി പദ്ധതികൾക്കുള്ള US സാമ്പത്തിക സഹായ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇവരുടെ ഈ തീരുമാനം. നേരത്തെ വാഷിംഗ്ടൺ DC പ്രധാനമന്ത്രി മോദിയെ തൊട്ടരികിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ കനത്ത ചുങ്കമാണ് ചുമത്തുന്നതെന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ വീണ്ടും തന്റെ ഫ്ലോറിഡയിലെ സ്വകാര്യ വസതിയായ മഴ-ലൊഗോയിൽ എക്സിക്യൂട്ടീവ് ഉത്തരവുകളൊക്കെ ഒപ്പുവെച്ചുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും ട്രംപ് കൊണ്ടുവരുന്നത്. അമേരിക്കയ്ക്ക് ഇന്ത്യയിലേക്ക് കടക്കാനാകുന്നില്ല, അതിന്റെ യഥാർത്ഥ കാരണം ഉയർന്ന നികുതി മൂലമാണെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് ട്രംപ് പറയുന്നു. വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി എന്തിനാണ് ഇന്ത്യക്ക് $21 മില്യൺ നൽകുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം അത് മനസ്സിലാകുന്നില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഈ ഫണ്ടിലെ തിരിമറികൾ ഒന്നൊന്നായി എലോൺ മസ്കിന്റെ ടീം പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ US എയ്ഡിന്റെ ഫണ്ടിങ് വെട്ടിക്കുറച്ചില്ലെങ്കിൽ അമേരിക്ക വൈകാതെ കടക്കണിയിലാകുമെന്നാണ് മസ്ക് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച ഈ അനധികൃത കുടിയേറ്റക്കാരുമായിട്ടുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ്. അനധികൃത കുടിയേറ്റക്കാരുമായിട്ടുള്ള ചർച്ച വലിയ തോതിൽ അമേരിക്ക നടക്കുന്നുണ്ട്. പക്ഷേ ദശലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഉണ്ട്, അവർ തൊഴിലെടുക്കുന്നുണ്ട്. പക്ഷെ ക്രിമിനൽ പശ്ചാത്തലമുള്ള അനധികൃത കുടിയേറ്റക്കാർ, അതാണ് ഏറ്റവും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. ഇന്നിപ്പോൾ എലോൺ മസ്ക് ഈ അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങുവെച്ച് ചെങ്ങലക്കിടുന്ന ആ ഒരു വൈറ്റ് ഹൗസിന്റെ വീഡിയോ പങ്കുവെച്ചിരുന്നു. വളരെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇത് പങ്കുവെച്ചത്. പക്ഷേ ഇത് ഏത് രാജ്യക്കാരാണെന്ന് ഈ വീഡിയോയിൽ വ്യക്തമല്ല. ഇപ്പോൾ ഈ അതിർത്തി കടന്നു വരുന്ന മയക്കുമരുന്ന് വലിയ തോതിൽ വർദ്ധിക്കുന്നത് തടയുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതിന് പ്രധാനമായിട്ടും അനധികൃത കുടിയേറ്റക്കാരെയാണ് ഈ മാഫിയ വലിയ തോതിൽ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അതിർത്തി കടക്കുന്നവർ അവർ അറിയാതെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇന്ന് ചില ഇന്ത്യൻ അറ്റോർണിമാരുമായിട്ട് നമ്മൾ സംസാരിച്ചായിരുന്നു. ഇന്ത്യയിലേക്ക് അയച്ചവരിൽ ക്രിമിനൽ കേസുകൾ ഉള്ളവർ ഉൾപ്പെടുവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവർക്കറിയുവാൻ സാധിച്ചെന്നാണ് നമ്മളുമായിട്ട് ആ വിവരം പങ്കുവെച്ചത്. ഇതിൽ ചിലർക്ക് ഇന്ത്യയിലും ക്രിമിനൽ കേസുകളുണ്ട്, അവർക്ക് അവിടെ ആ ക്രിമിനൽ കേസുകൾ നേരിടേണ്ടി വരും. ഹോംലാൻഡ് സെക്യൂരിറ്റി അതുപോലെ US കോൺഗ്രസിന്റെ വെബ്സൈറ്റിലെ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ 2021 ശേഷം അമേരിക്കയുടെ നോർത്തേൺ ബോർഡർ വഴി ഈ ഡ്രഗ് മാഫിയ വഴി അനധികൃതമായി കുടിയേറ്റം നടത്തിയവരുടെ എണ്ണം 600% വർദ്ധിച്ചിരിക്കുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും ഇന്ത്യയുടെ സന്ദർശനം നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കണ്ടതൊന്നും അദ്ദേഹം വലിയ കാര്യമായി എടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം നിശ്ചിതമായി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അത് അമേരിക്കയുടെ താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ അവഗണിക്കുന്ന രീതിയിലാണ് എന്നുള്ള യാഥാർത്ഥ്യവും ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് മനസ്സിലാകുന്നു.